ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്. അപ്പോഴാണ് നമുക്ക് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയും. ബാറ്റ്മാൻ ബിഗിൻസിൽ ഇദ്ദേഹം ചെയ്തിട്ട് അപ്പം നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ, ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പം നിസാം വന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞാൻ കൂമൻ്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പോൾ മറ്റേ ക്യാരക്ടർ എന്തായാലും മമ്മൂട്ടിയാണ്. അപ്പോൾ അത് ഞാനല്ലാതെ മനസ്സിലായി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, എടാ അത് ദിലീപാണ് എന്ന് പറയുന്നത്. എനിക്ക് പക്ഷെ പിന്നെ എനിക്ക് അത് ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ ഇത് കൊള്ളാം എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്യുന്നു, അത് ആ മുഖംമൂടി ഇട്ടിരുന്നത് ആസിഫ് അലിയാണ് എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് കണ്ടിട്ട് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറയുന്നത് എൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ അത് വലിയൊരു അംഗീകാരമായിരുന്നു എനിക്കത്. പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞോടാ, ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്. അപ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ.